വെൽക്കം ടു DR വ്ലോഗിംഗ് സീരീസ്. ഇതൊരു 4x4 ഡ്രൈവ് പോകാൻ പോവാണ്. ഇപ്പോൾ രാവിലെ 6 മണി ആയതേ ഉള്ളൂ. സാധാരണ ഓഫീസിലൊക്കെ പോകാൻ വേണ്ടി എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ്. ഇതുപോലൊരു ഡ്രൈവ് അല്ലെങ്കിൽ ഒരു ട്രിപ്പൊക്കെ പോകണമെങ്കിൽ ഒരു അലാമിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പറഞ്ഞ സമയത്തെക്കാട്ടിലും നേരത്തെ തന്നെ എഴുന്നേക്കും. ഇന്ന് FJ ക്രൂയിസ് ഓണേഴ്സ് UAE ഒരു 4x4 ഡ്രൈവാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു 4x4 ഡ്രൈവ് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു ഈവൻറ്റിൽ പങ്കെടുക്കുന്നത്. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ കിഡിലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പരിചയപ്പെട്ട സിനുബായ് എന്നോടൊപ്പം ഉണ്ട്. ഞങ്ങൾ ഒരു FJ ക്രൂയിസിൻ്റെ മീറ്റാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. UAEയിലുള്ള എല്ലാ FJ ക്രൂയിസ് മെമ്പേഴ്സിനും നമ്മുടെ കൂടെ ഇങ്ങനെയുള്ള പരിപാടികൾ പങ്കെടുക്കാം. നമ്മുടെ ഫേസ്ബുക്ക് പേജുണ്ട്, അതിൽ മെസ്സേജ് അയക്കുകയോ നമ്മുടെ വെബ്സൈറ്റ് സൂൺ അപ്പാവുന്നതാണ്. അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്ലാൻ അനുസരിച്ച് മന്ത്ലി വൺസ് നമ്മൾ മീറ്റ് ചെയ്യുന്നതാണ് FJ ക്രൂയിസേഴ്സ്. എന്നിട്ട് ഡിഫറെൻറ്റ് ലെവലിലുള്ള ഡ്രൈവ്സാണ് പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന താവീനിയസാണ്. താവീനിയസ എന്നുള്ള സ്ഥലത്ത് നിന്നാണ് ഡ്രൈവ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ എൻഡ് ചെയ്യുന്നത് ഇഫ്താർപോൾ. ഓൾമോസ്റ്റ് ഒരു 3.5 hours ഡ്രൈവാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് കോൺവേ ആൻഡ് ഡിഫറെൻറ്റ് ലെവൽ. ഓക്കെ, ബിഗിനർ ടു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നമുക്കിന്ന് കിട്ടാൻ പോകുന്നത്. അതായത് നേരത്തെ ഞാൻ പോയപ്പോൾ ബിഗിനർ ലെവലാണെങ്കിൽ ഇത് ബിഗിനർ ടു ഇൻ്റർമീഡിയറ്റ് ലെവലാണ്. അപ്പോൾ തീർച്ചയായിട്ടും സിനുബായ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് FJ ക്രൂയിസ് ഉണ്ട്, എന്നാൽ ഇങ്ങനെ ഒരു ഭാഗമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം ചെയ്യുക. FJ നേഷൻ UAE ഫേസ്ബുക്ക് പേജ് മാത്രം സന്ദർശിച്ചാൽ മതി. കൂടുതൽ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഇപ്പം ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ് പോയിന്റിലാണ് ഉള്ളത്. എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. വേറെവർ വി ഗോ സഞ്ചാരീസ് ഫോളോ എന്ന് പറഞ്ഞാൽ തഫ്സീർക്കാരൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ പൊളിച്ചടുക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങളുടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 25 FJ ക്രൂയിസേഴ്സാണ് ഉള്ളത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. നമ്മൾ വണ്ടി എടുക്കാൻ നോക്കി കയറാൻ പറ്റിയില്ല. അപ്പോൾ സേഫ്റ്റിയുടെ ഭാഗത്തായിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചിറങ്ങി. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റോപ്പാണ്. സോഫാർ കിഡിലൻ എക്സ്പീരിയൻസ്. ഇനി നിങ്ങൾക്ക് വണ്ടി ഇല്ലെങ്കിൽ കൂടെ ഈ ക്ലബിലുള്ള ആരെങ്കിലും കൂടുതൽ പോകാനൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോകണം. വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കും ഏറ്റവും അടിപൊളി എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ ഇത്രയധികം എക്സ്പീരിയൻസ് കിട്ടത്തില്ലെങ്കിലും കൂടത്തെ ഇരിക്കുന്ന പാസഞ്ചറിനും അതുപോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ സാധാരണ ഡെസേർട്ട് സഫാരിക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവിടെ കിട്ടുന്ന ഒരു ഡൂൺ ബാഷ് എക്സ്പീരിയൻസും ഇതെന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമാണ്. ശരിക്കുള്ള റിയൽ 4x4 എക്സ്പീരിയൻസ്, ഡെസേർട്ട് എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഡ്രൈവിന് നിങ്ങൾ തീർച്ചയായിട്ടും പോകണം.
ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഇഫ്താർ ബൗളിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഇഫ്താർ ബൗൾ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നോയമ്പ് വരുന്ന സമയത്ത് യുഎയിലുള്ള എല്ലാ ഓഫ് റോഡ് ക്ലബ്ബും ഒരു ദിവസം ഇവിടെ ഇഫ്താറിന് വരും. അങ്ങനെ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ ഷാർജയിലെ തമിഴിൽ തുടങ്ങി ഇപ്പോൾ ഇഫ്താർ ബൗളിലാണ് നിൽക്കുന്നത്. ഇന്നത്തെ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും യൂട്യൂബിൽ അവൈലബിൾ ആണ്. ലിറ്റോ രാജു എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി യൂട്യൂബിൽ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ കിടിലൻ എക്സ്പീരിയൻസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും.